ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടടുത്ത് വരുവാൻ ആയുസ്സിലൊരവസരം കൂടെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. ഇന്ന് രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി റോമാലേഖനം 10-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം 11 മുതൽ 15 വരെ. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുവനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്നെഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയരെ, തിരുവചനത്തിനകത്ത്, റോമാലേഖനത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട കുറെ ഉദ്ധാരണികൾ എടുത്തെഴുതിയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. തിരുവെഴുത്തിനകത്തുണ്ടല്ലോ, ദൈവവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ എന്നാണ് ഓരോ പദങ്ങളും എഴുതിയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമം പഴയ നിയമത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ഒരിക്കൽ കൂടെ ഉറപ്പിച്ച് പുതിയ നിയമത്തിനകത്ത് പറയുന്നതാണ് നമ്മൾ ഈ രാവിലെ വായിച്ചത്. 11-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. ആമേൻ. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവമുഖത്തേക്ക് നോക്കുകയും ചെയ്യുന്ന ആത്മിക അനുഭവങ്ങളുടെ ഉടമസ്ഥരാണോ നിങ്ങൾ? ആകാശവും ഭൂമിയും മാറിപ്പോയാലും, എത്ര വലിയ പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ തകർക്കുമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്നാലും, ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഈ വാക്യം നമുക്ക് മുറുകെ പിടിക്കാമോ? ആമേൻ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. 12-ാം വാക്യം എഴുതിയിരിക്കുന്നു, യഹൂദൻ എന്നും യവനൻ എന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് സമ്പന്നനാണ്. ആമേൻ. അതിന് മുകളിൽ എഴുതിയിരിക്കുന്നത്, യാതൊരു വിധമായ വ്യത്യാസവുമില്ലാതെ, യാതൊരു വിധമായ മുഖപക്ഷവുമില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സകലർക്കും അവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നനാണ്. ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങളുടെ മുൻപിൽ, ഭാരങ്ങളുടെ മുൻപിൽ, വിഷയങ്ങളുടെ മുൻപിൽ വേദനയോടെ പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നു എങ്കിൽ മറക്കരുത്, ഈ വാക്യം പറയുന്നു, ഏവർക്കും നൽകുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നനാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത്, യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല. ആരാണോ ദൈവമുഖത്തേക്ക് നോക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മറുപടികളെ, അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം സർവശക്തനാണ്, ദൈവം സമ്പന്നനാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഇന്ന് പകലും വലിയ ദൈവിക മറുപടികളെ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്ന അനുഗ്രഹത്തിന്റെയും അത്ഭുതത്തിന്റെയും പകലായി തീരട്ടെ. അടുത്ത പദം എഴുതിയിരിക്കുന്നത്, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഈ പാപലോകത്തിൽ, ശാപം നിറഞ്ഞ ലോകത്തിൽ
രക്ഷയ്ക്ക് കാരണമായി ഒരേ ഒരു നാമം മാത്രമേയുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമമാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞത്. ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത്, തന്നോട് ചോദിക്കുന്നവർക്ക് അഥവാ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നനാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ അത്ഭുതങ്ങളും വിടുതലുകളും മറുപടികളുമുണ്ട്. മൂന്നാമത്തെ കാര്യം, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ ആരായാലും രക്ഷിക്കപ്പെടുവാനിടയായി തീരും. എത്ര തകർന്നവരാണെങ്കിലും, എത്രമാത്രം പാപമംഗലമായ ജീവിതം നയിക്കുന്നവരാണെങ്കിലും വിടുതലയിക്കുവാൻ, അത്ഭുതം ചെയ്യുവാൻ, പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കുഴിയിൽ നിന്ന് കരകയറ്റേണ്ടതിന് നൽകപ്പെട്ട ഒരേ ഒരു നാമം മാത്രമേയുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത വാക്യം എഴുതിയിരിക്കുന്നത്, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? 14ഉം 15ഉം വാക്യങ്ങൾ നമ്മൾ ചേർത്ത് വായിച്ചാൽ രക്ഷിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്ന നിത്യതയെക്കുറിച്ച് അറിവ് ലഭിച്ചൊരു ദൈവ പൈതൽ നിത്യതയിൽ എത്തിച്ചേരുക മാത്രമല്ല, പകരം സുവിശേഷീകരണത്തിൽ പങ്കാളിയായി തീരണമെന്നുള്ള ആഹ്വാനമാണ് ആ 2 വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷത്തിനകത്ത് പങ്കാളിയായി തീരുക, ഈ സത്വർത്തമാനം ലോകത്തോട് അറിയിക്കുക, കൂട്ടുകാരോട്, നാട്ടുകാരോട്, കുടുംബക്കാരോട് അറിയിക്കുക. ആ വിലയേറിയ കാര്യമാണ് 14ഉം 15ഉം വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയരെ, ഈ തലമുറയ്ക്ക് യേശുവിനെ കൊടുക്കേണ്ടതിന്, ദൈവരാജ്യത്തിന്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയേണ്ടതിന്, നമ്മളാൽ ആവോളം അധ്വാനിക്കേണ്ടതിന് ഈ രാവിലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഗൗരവമുള്ള 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, ആരാണോ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഒരു നാളും ലജ്ജിക്കാനിടയാകത്തില്ല. 2, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. ദൈവകരം സമ്പന്നമാണ്. 3ാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, രക്ഷയ്ക്ക് കാരണമായി വെളിപ്പെട്ട നാമം യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. 4ാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഈ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, നിത്യതയ്ക്കു വേണ്ടി മറ്റുള്ളവരെ ഒരുക്കുവാനുള്ള ഉത്തരവാദിത്വം സ്വർഗം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. സുവിശേഷീകരണത്തിൽ നാം പങ്കാളികളായി തീരണം. അനുഗ്രഹവും നന്മയും വിടുതലും പ്രാപിച്ചുകൊണ്ട് ജീവിക്കുക മാത്രമല്ല, നിത്യത മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്തേണ്ടതിന് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വചനപ്രകാരം ദൈവം അനുഗ്രഹിക്കണമേ. ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കാത്ത ദൈവം, തന്നോട് ചോദിക്കുന്നവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം സമ്പന്നനായിരിക്കുന്ന ദൈവം, ആമേൻ, രക്ഷയ്ക്ക് കാരണമായിരിക്കുന്ന ആമേൻ ഞങ്ങളുടെ കർത്താവ്, ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷീകരണത്തിൽ പങ്കാളിയായി തീരേണ്ടതിന്, സുവിശേഷത്തിന്റെ വക്താക്കളായി തീരേണ്ടതിന് ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ. ദൈവിക സംരക്ഷണങ്ങളും ദൈവിക നന്മകളും അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു മനോഹരമായ പ്രഭാതമാക്കി മാറ്റും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.